പ്രിയ സുഹൃത്തുക്കളെ, ഓൺലൈൻ ക്ലാസിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പഠിച്ച മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ റിവ്യൂ ആണ്. അതിനകത്ത് മുൻ വർഷത്തെ പരീക്ഷകൾക്ക് ചോദിച്ച, പ്രത്യേകിച്ച് പബ്ലിക് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളെ അനലൈസ് ചെയ്യുകയും അതിനെങ്ങനെ നമ്മൾ ആൻസർ ചെയ്യാമെന്ന് പഠിക്കുകയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് അത് എങ്ങനെ ചോദിക്കുമെന്ന് മനസ്സിലാക്കുന്നതും എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നതും. നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഈ കാര്യമാണ്. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി, നിങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളുടെ എണ്ണം പൊതുവെ വർദ്ധിച്ചിട്ടുണ്ട്. പബ്ലിക് പരീക്ഷയുടെ കാര്യത്തിലാണ് ഈ പറഞ്ഞത്. അപ്പം പരീക്ഷയുടെ ഒരു ഘടന ഇങ്ങനെയാണ്. ഏതാണ്ട് ഒരു 10-12 ക്വസ്റ്റ്യനോളം ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടുണ്ടാവും. ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5 എണ്ണം ഉണ്ടാവും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 6 എണ്ണം എഴുതാനുണ്ടാവും. അതുപോലെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4 എണ്ണം എഴുതാനുണ്ടാവും. 5 മാർക്കിന് ക്വസ്റ്റ്യൻ 2 എണ്ണം എഴുതാനുണ്ടാവും. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 എണ്ണം എഴുതാനുണ്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ ഘടന. ഞാനിപ്പോൾ ആദ്യമേ ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പരീക്ഷാ സമയം ആയിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ പഠനം തുടരുമ്പോൾ ഈ ഘടന കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇവിടെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ പ്രസക്തമായ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ അനാലിസിസ് നടത്തുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? എക്കണോമിക്സിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം, ആഡം സ്മിത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആഡം സ്മിത്താണ് എക്കണോമിക്സിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി അതിനോട് അനുബന്ധമായിട്ട് നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇതും മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ദ ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ ഈസ് റിട്ടൺ ബൈ. ആരാണ് ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം രചിച്ചത്? അദ്ദേഹവും ആഡം സ്മിത്ത് തന്നെയാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഒരാളാണ് ഉത്തരം. നേരത്തെ പറഞ്ഞ 2 ചോദ്യങ്ങളുമായിട്ട് അനുബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് പ്രധാനമായിട്ടും ആഡം സ്മിത്തിൻ്റെ പുസ്തകം നമ്മൾ പറഞ്ഞു, അത് പബ്ലിഷ് ചെയ്ത വർഷം 1776. അദ്ദേഹം നൽകിയ, സാമ്പത്തിക ശാസ്ത്രം നൽകിയ ഡെഫിനിഷനാണ് വെൽത്ത് ഡെഫിനിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ആൽഫ്രഡ് മാർഷലിൻ്റെ കാര്യം പറയാം. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. 1890 അത് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹം നൽകിയ നിർവചനമാണ്, ഡെഫിനിഷനാണ് വെൽഫെയർ ഡെഫിനിഷൻ. ലേണർ റോബിൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. 1932 അത് പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹം നൽകിയ ഡെഫിനിഷന് പറയുന്ന പേരാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. പോൾ സാമുവൽസന്റെ കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് എക്കണോമിക്സ്. 1964 അത് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹം നൽകിയ നിർവചനമാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. ഇത് മുകളിലത്തെ ചോദ്യവുമായിട്ട് അനുബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ എന്നുള്ള നിലക്ക് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഒരു ചോദ്യം, ഫോർ ഹും ടു പ്രൊഡ്യൂസ് ഇംപ്ലൈസ്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത് വിവക്ഷിക്കുന്നത് എന്താണ്? ചോയ്സ് ഓഫ് ടെക്നിക്സ്, സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പാണോ? ഫങ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഫങ്ഷണലായിട്ടുള്ള വിതരണമാണോ? പ്രോബ്ലം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ? പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി, ദൗർലഭ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അതിൻ്റെ ഉത്തരം ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. വരുമാനത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സാമ്പത്തിക പ്രശ്നമാണ്, സെൻട്രൽ പ്രോബ്ലമാണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. അപ്പോൾ ചോയ്സ് ഓഫ് ടെക്നിക്ക് എന്നുള്ളത് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ള സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്. പ്രോബ്ലം ഓഫ് ചോയ്സ് എന്നുള്ളത് വാട്ട് ടു പ്രൊഡ്യൂസുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, പിക്ക് ഔട്ട് ദ ഓഡ് വൺ. താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ഒറ്റപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തതിനെ നമ്മൾ തിരഞ്ഞെടുക്കുക, കൂട്ടത്തിൽപ്പെടാത്തതിനെ തിരഞ്ഞെടുക്കുക. ഇതാണ് ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിൽ 4 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. വാട്ട് ടു ബി പ്രൊഡ്യൂസ്ഡ്, വാട്ട് ടു ബി റെഗുലേറ്റഡ്, ഹൗ ടു ബി പ്രൊഡ്യൂസ്ഡ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. എന്തുൽപ്പാദിപ്പിക്കണം,
വാട്ട് ടു ബി റെഗുലേറ്റഡ്, എന്താണ് നിയന്ത്രിക്കേണ്ടത്, ഹൗ ടു ബി പ്രൊഡ്യൂസ്ഡ്, എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് ആണ്. അതിനകത്ത് ഒന്ന് വാട്ട് ടു ബി റെഗുലേറ്റഡ് എന്ന ബി ആൽഫബറ്റിലുള്ള ആൻസർ ഇതിൽ ഉൾപ്പെടുന്നില്ല. അതാണ് അതിലെ ഒറ്റയാൻ എന്ന് പറയുന്നത്, ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വാട്ട് ടു ബി റെഗുലേറ്റഡ്. നിരവധി ക്വസ്റ്റ്യൻസ് സെൻട്രൽ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അതുമായി കണക്ട് ചെയ്തുകൊണ്ട് 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ് പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. അങ്ങനെ ചോദിക്കാം. അതൊരു ഓൾഡ് മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുപോലെ 2 തരം ടെക്നിക്സ് ഉണ്ട്. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കും ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കും ഉണ്ട്. ഇത് നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ? ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ അത് ലേബേഴ്സിനെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നോളജിയാണ്. മെഷീൻസിൻ്റെ എണ്ണം കുറച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നിക്കാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ മെഷീൻസിനെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നിക്കാണ്. അതിനകത്ത് ലേബേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. ഇതാണ് അതിലെ വ്യത്യാസം. ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി മേജർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ മാർക്കറ്റ്, ഗവൺമെൻറ്, പ്രൈവറ്റ് പ്രൊഡ്യൂസേഴ്സ്, നൺ ഓഫ് ദീസ്. ഒരു കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? മാർക്കറ്റാണോ, ഗവൺമെൻറ് ആണോ, സ്വകാര്യ ഉൽപ്പാദകരാണോ? ഇതിൽപ്പെട്ട ആരുമല്ലേ? അതിന് ഉത്തരം ഗവൺമെൻറ്റാണ്. സോഷ്യലിസത്തെ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റാണ്, സാമ്പത്തിക ആസൂത്രണത്തിലൂടെയാണ്. നമുക്കതിന് അനുബന്ധ വസ്തുതയായിട്ട് 2 പ്രധാനപ്പെട്ട എക്കണോമിക് സിസ്റ്റത്തിൻ്റെയും ഫീച്ചേഴ്സ് ഒന്ന് പരിശോധിക്കാം. ക്യാപിറ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രൈസ് മെക്കാനിസം, പ്രോഫിറ്റ് മോട്ടീവ്. സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് പബ്ലിക് ഓണർഷിപ്പ് അഥവാ പൊതു ഉടമസ്ഥത, എക്കണോമിക് പ്ലാനിംഗ് അഥവാ സാമ്പത്തിക ആസൂത്രണം, വെൽഫെയർ മോട്ടീവ്, ക്ഷേമമാണ് ലക്ഷ്യം. ക്യാപിറ്റലിസത്തിലേക്ക് വരുമ്പോൾ സ്വകാര്യ സ്വത്ത്, പ്രൈസ് മെക്കാനിസം, ലാഭമാണ് ലക്ഷ്യം. ഇനി നമ്മൾ നോക്കുന്നത് വീണ്ടും ഒരു അനുബന്ധ വസ്തുതയായിട്ട് പരിശോധിക്കാവുന്ന വിഷയമാണ്. 3 എക്കണോമിക് സിസ്റ്റത്തിലും അവിടുത്തെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്? ക്യാപിറ്റലിസത്തിലാണെങ്കിൽ പ്രൈസ് മെക്കാനിസത്തിലൂടെ പരിഹരിക്കുന്നു, സോഷ്യലിസത്തിലാണെങ്കിൽ എക്കണോമിക് പ്ലാനിങ്ങിലൂടെ പരിഹരിക്കുന്നു, മിക്സഡ് ഇക്കോണമിയിലാണെങ്കിൽ എക്കണോമിക് പ്ലാനിങ്ങും അതുപോലെ പ്രൈസ് മെക്കാനിസവും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു രീതിയാണ് അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ സ്വീകരിക്കുന്നത്. പുതിയ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനകത്ത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണത്. പോൾ എ സാമുവൽസൺ യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ടു എക്സ്പ്ലെയിൻ ദ എക്കണോമിക് പ്രോബ്ലം ഓഫ് ദ സൊസൈറ്റി. ഡ്രോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഗിവൺ ഷെഡ്യൂൾ. നമ്മൾ ഒരു ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. ഈ ഷെഡ്യൂൾ പ്രകാരം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ പല രൂപത്തിൽ ചോദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഡിഫൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാറുണ്ട്. ഡിഫൈൻ എന്ന് പറയുമ്പോൾ നിർവചിക്കുക. അതിനുശേഷം താഴെ തന്നിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉണ്ടാക്കുക എന്ന് പറയും. എന്തായാലും നമുക്കത് ചെയ്യേണ്ട രീതി നോക്കാം. ഇവിടെ നമ്മൾ ഈ ഷെഡ്യൂൾ പ്രകാരം ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ച് വെച്ചിട്ടുണ്ട്. ആൾറെഡി ചിത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതെങ്ങനെ ചെയ്യുമെന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിനകത്ത് നമ്മൾ എക്സ് അക്ഷവും വൈ അക്ഷവും വരക്കുന്നു ആദ്യം. അതിനകത്ത് ടേബിളിലുള്ള ഡാറ്റയെ എക്സ് അക്ഷത്തിലേക്കും വൈ അക്ഷത്തിലേക്കും കൊണ്ടുവരുന്നു. ഗുഡ് 1നെ അഥവാ വീറ്റിനെ നമ്മൾ എക്സ് അക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നു. ഗുഡ് 2 അഥവാ മെഷീൻസിനെ നമ്മൾ വൈ അക്ഷത്തിൽ കൊണ്ടുവരുന്നു. ഇനി ഈ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന കോമ്പിനേഷൻസ് ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ആദ്യത്തെ കോമ്പിനേഷനായ എ എന്ന കോമ്പിനേഷൻ എടുക്കുന്നു. അതിൽ 0 ഗുഡ് 1 അഥവാ വീറ്റും 0 യൂണിറ്റ് ഗുഡ് വീറ്റും അതുപോലെ തന്നെ 15 യൂണിറ്റ് മെഷീൻസുമാണ്. അതാണ് എ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ബി എന്ന കോമ്പിനേഷനിലേക്ക് വന്നു. അവിടെ 1 യൂണിറ്റ് വീറ്റും 14 യൂണിറ്റ് മെഷീൻസുമാണ്. അതാണ് ബി എന്ന കോമ്പിനേഷൻ. അത് പ്ലോട്ട് ചെയ്തു. മൂന്നാമത്തെ കോമ്പിനേഷനാണ്
2-12 അഥവാ 2 യൂണിറ്റ് വീറ്റും 12 യൂണിറ്റ് മെഷീൻസും ആണ്. അതവിടെ പ്ലോട്ട് ചെയ്തു. അതാണ് സി എന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത കോമ്പിനേഷനിലേക്ക് വന്നാല് അത് 3 യൂണിറ്റ് വീറ്റും 9 യൂണിറ്റ് മെഷീൻസും ആണ്. അത് അവിടെ പ്ലോട്ട് ചെയ്തു. അടുത്ത കോമ്പിനേഷനിലേക്ക് വന്നാൽ 4 യൂണിറ്റ് വീറ്റും 5 യൂണിറ്റ് മെഷീൻസും ആണ്. 4-5 ആ കോമ്പിനേഷൻ അവിടെ പ്ലോട്ട് ചെയ്തു. ദെൻ ലാസ്റ്റ് കോമ്പിനേഷനിലേക്ക് വന്നാൽ എഫ് എന്ന കോമ്പിനേഷനിലേക്ക് വന്നാൽ 5 യൂണിറ്റ് വീറ്റും 0 യൂണിറ്റ് മെഷീൻസും ആണ്. ഈ കോംബോകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒരു രേഖ വരച്ചാൽ അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇവിടെ പ്ലോട്ട് ചെയ്ത ഓരോ കോമ്പിനേഷനും ഓരോ ബിന്ദുവും ഓരോ കോമ്പിനേഷനെയാണ് സൂചിപ്പിക്കുന്നത്. എ, ബി, സി, ഡി, ഇ, എഫ്. ഇതാണ് കോമ്പിനേഷനുകൾ. PPCയിൽ എ മുതൽ എഫ് വരെ 6 കോമ്പിനേഷൻസ് കാണാൻ കഴിയും. ഇത് വിഭവങ്ങളുടെ മാക്സിമം യൂട്ടിലൈസേഷനെയാണ് സൂചിപ്പിക്കുന്നത്. PPCക്ക് അകത്തൊരു കോമ്പിനേഷൻ വരച്ചാൽ, ഞാൻ താഴെ ഒരു കോമ്പിനേഷൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, എ എന്ന കോമ്പിനേഷൻ, അത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിനെയാണ് സൂചിപ്പിക്കുന്നത്. PPCക്ക് പുറത്ത് ഞാൻ മുകളിൽ ഒരു കോമ്പിനേഷൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, അത് അൺഅറ്റൈനബിൾ കോമ്പിനേഷനെയാണ് സൂചിപ്പിക്കുന്നത്. PPCയുമായി ബന്ധപ്പെട്ട് വളരെ വ്യത്യസ്തമായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇനി പറയാൻ പോകുന്നത്. കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് തരും. അത്തരം സിറ്റുവേഷനിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് അഥവാ PPCക്ക് എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ പറയേണ്ടത്. അത് ചിത്രത്തിൻ്റെ രൂപത്തിൽ കാണിക്കേണ്ടി വരും, അത് റിട്ടൺ ആയിട്ട് എഴുതേണ്ടി വരും. ഇവിടെ നമ്മൾക്ക് 3 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, 3 സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. ദ ഫ്ലഡ് ഡെസ്ട്രോയ്സ് സം അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്. ഫ്ലഡ്, പ്രളയം, കാർഷിക മേഖലയിലെ ചില ഉൽപാദന സൗകര്യങ്ങളെ നശിപ്പിച്ചു. അത്തരം സാഹചര്യത്തിൽ PPCക്ക് എന്ത് സംഭവിക്കും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. പുതിയ സാങ്കേതിക വിദ്യ ഉൽപാദനത്തിൽ അഡോപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ PPCക്ക് എന്താണ് സംഭവിക്കുക? മൂന്നാമത്തെ സാഹചര്യം, ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സിഡി ഓൺ ദ ഇലക്ട്രിസിറ്റി ചാർജസ്. ഇലക്ട്രിസിറ്റിക്ക് സബ്സിഡി അഡോപ്റ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇതിൽ PPCക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയണമെങ്കിൽ അതിനു മുമ്പ് ഈ സാഹചര്യങ്ങൾ എക്കണോമിയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരിക എന്ന് നമ്മൾ ആദ്യം ഗസ് ചെയ്യണം. ഇപ്പോൾ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം കാർഷിക മേഖലയിൽ ഉൽപ്പാദനം കുറയും. ഉൽപ്പാദനം കുറഞ്ഞാൽ ഗ്രോത്ത് കുറയും. സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇടത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. അത് റിസോഴ്സസിൻ്റെ കുറവിനെയാണ് കാണിക്കുന്നത്, വളർച്ചാ കുറവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇടത്തോട്ട് ഷിഫ്റ്റ്. അപ്പോൾ എ എന്നുള്ള ആൻസർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണ് ആൻസർ. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ സാഹചര്യം ഒന്നുകൂടി നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. പുതിയ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്നു. പുതിയ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദനം കൂടുക ചെയ്യുക. ഉൽപ്പാദനം കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്താ സംഭവിക്കുക? രാജ്യത്ത് ഗ്രോത്ത് ഉണ്ടാവും അല്ലെങ്കിൽ എക്കണോമിയിൽ ഗ്രോത്ത് ഉണ്ടാവും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഗ്രോത്തിനെ കാണിക്കുന്നത് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നർത്ഥം. അപ്പോൾ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറയണം, വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് കാണിക്കണം. റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. ദെൻ മൂന്നാമത്തെ ഭാഗം, ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സിഡി ഓൺ ഇലക്ട്രിസിറ്റി ചാർജസ്. ഇലക്ട്രിസിറ്റി ചാർജസിന് കുറച്ച് സബ്സിഡി നൽകുക. സബ്സിഡി നൽകുക എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് നൽകുക. ഡിസ്കൗണ്ട് നൽകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ കൂടുതൽ ഉൽപ്പാദനം നടത്താൻ പറ്റും. അപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജിലൊക്കെ ഡിസ്കൗണ്ട് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉൽപ്പാദന ശേഷി കൂട്ടുക എന്നാണ്. ഉൽപ്പാദന ശേഷി കൂടുക എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് വർദ്ധിക്കുക എന്നാണ്. ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നാണ്. ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ എ എന്നുള്ള ആൻസർ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ബിയും സിയും കാണിക്കേണ്ടത് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഷോസ് ദ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ വളർച്ചയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്? അത് വിഭവങ്ങളുടെ കുറവിനെയാണ് കാണിക്കുന്നത്. PPCയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇതിലെ ക്വസ്റ്റ്യൻ ഇതാണ്. എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് ഗിവൻ ബിലോ. Define PPC. What does the point A, B and C in the diagram imply? ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് താഴെ കൊടുത്തിരിക്കുന്നു. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് നിർവചിക്കുക. What does the point A, B and C in the diagram implies? എന്താണ് A, B, C എന്ന പോയിന്റുകൾ അർത്ഥമാക്കുന്നത്?
ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, ഇതേ സംഭവം കാണിച്ചു തന്നതാണ്. ഈ ക്വസ്റ്റ്യൻ നിരവധി തവണ പരീക്ഷയിൽ ഇടം പിടിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം അതിനകത്ത് എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പരിശോധിച്ചാൽ, ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ഗിവൺ റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. നിലവിലെ സാങ്കേതിക വിദ്യയും വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളുടെ വിവിധ കോമ്പിനേഷനുകൾ കാണിക്കുന്ന രേഖാചിത്രമാണ്, ഗ്രാഫാണ് PPC എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ്. A, B, C എന്നീ പോയിന്റുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? A എന്ന പോയിന്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനകത്താണ്, PPCക്ക് അകത്താണ്. ഏത് പോയിന്റ് ആണെങ്കിലും, ഏത് കോമ്പിനേഷൻ PPCക്ക് അകത്താണെങ്കിലും അത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിനെയാണ് സൂചിപ്പിക്കുന്നത്. റിസോഴ്സസിൻ്റെ വിഭവങ്ങളുടെ കുറഞ്ഞ ഉപയോഗം, അപര്യാപ്തമായ ഉപയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു പോയിന്റും അല്ലെങ്കിൽ കോമ്പിനേഷനും PPCയിലാണെങ്കിൽ അത് വിഭവങ്ങളുടെ ഫുള്ളർ യൂട്ടിലൈസേഷനെയാണ് അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസേഷനെയാണ് സൂചിപ്പിക്കുന്നത്. പോയിന്റ് C കടക്കുന്നത് PPCക്ക് പുറത്താണ്. ആ കോമ്പിനേഷൻ അൺഅറ്റൈനബിൾ കോമ്പിനേഷനാണ്. ഇതാണ് നമുക്ക് ഇതിന് കൊടുക്കാനുള്ള ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ PPCയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ പരീക്ഷാ പേപ്പറിൽ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്നുണ്ട്. അതൊന്ന് ശരിയായ രീതിയിൽ ഗൗനിക്കേണ്ട കാര്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു 2 ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. താഴെ പറയുന്ന സെൻറ്റൻസുകളെ പ്രധാനപ്പെട്ട 2 ബ്രാഞ്ചുകളായിട്ട്, എക്കണോമിക്സിൻ്റെ രണ്ട് ബ്രാഞ്ചുകളായിട്ട് തിരിക്കുക. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ A, GDP ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഗ്രൂ ബൈ 5.2%. ഇന്ത്യയിലെ GDP ഏതാണ്ട് 5.2% വളർന്നിരിക്കുന്നു. ആൻ അൺഎക്സ്പെക്റ്റഡ് സ്ട്രൈക്ക് ഇൻക്രീസ്ഡ് ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമരം വെജിറ്റബിൾസിൻ്റെ വില വർദ്ധിപ്പിച്ചു. മറ്റൊന്ന്, RBI റെഡ്യൂസ്ഡ് ക്യാഷ് റിസർവ് റേഷ്യോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ചിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസ് ആണ്, മലബാർ സിമെൻറ്റ് ലിമിറ്റഡ് ഈസ് പ്ലാനിങ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. മലബാർ സിമെൻറ്റ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഈ പറഞ്ഞ സെൻറ്റൻസുകളെ എക്കണോമിക്സിൻ്റെ 2 ബ്രാഞ്ചുകളിലേക്ക് ക്ലാസിഫൈ ചെയ്യാനാണ്, വർഗീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്കണോമിക്സിൻ്റെ 2 ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് മൈക്രോ എക്കണോമിക്സും രണ്ടാമത്തേത് മാക്രോ എക്കണോമിക്സുമാണ്. ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് മാക്രോ എക്കണോമിക്സിലാണ് വരുന്നത്, മൈക്രോ എക്കണോമിക്സിലാണ് വരുന്നത്, നമ്മൾ വേർതിരിക്കണം. ഒന്നാമത്തെ GDP ഓഫ് ഇന്ത്യൻ ഇക്കോണമി, അവിടെ തന്നെ തീരുമാനമായി. GDP എന്ന് പറയുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട സൂചികയാണ് GDP എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് രാജ്യത്തെ മൊത്തം എക്കണോമിയെ മൊത്തം ബാധിക്കുന്ന വിഷയമാണ്. അത് മാക്രോ എക്കണോമിക്സിലാണ് വരിക. രണ്ടാമത്തത്, ആൻ അൺഎക്സ്പെക്റ്റഡ് സ്ട്രൈക്ക് ഇൻക്രീസ്ഡ് ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമരം വെജിറ്റബിൾസിൻ്റെ വില കൂട്ടി. വെജിറ്റബിൾസിൻ്റെ മാത്രം, അത് സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്, പ്രത്യേകമായിട്ടാണ് പറയുന്നത്. അത് മൈക്രോ എക്കണോമിക്സിലേക്ക് പോകും. മൊത്തത്തിൽ പറയുമ്പോൾ, രാജ്യത്തെ മൊത്തത്തിലെടുത്ത് പറയുമ്പോൾ മൈക്രോ എക്കണോമിക്സിലേക്കും, പ്രത്യേകമായിട്ട് എടുത്ത് പറയുമ്പോൾ മൈക്രോ എക്കണോമിക്സിലേക്കും മാറും. അപ്പോൾ രണ്ടാമത്തത് മൈക്രോ എക്കണോമിക്സിലേക്ക്. മൂന്നാമത്തത്, RBI റെഡ്യൂസ്ഡ് ക്യാഷ് റിസർവ് റേഷ്യോ. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള ഒരേ ഒരു സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്ന ബാങ്കാണ്. സ്വാഭാവികമായിട്ടും ആ സെൻറ്റൻസ് മാക്രോ എക്കണോമിക്സിലേക്കാണ് വരിക. ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് പോകാം. മലബാർ സിമെൻറ്റ് ലിമിറ്റഡ് ഈസ് പ്ലാനിങ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. മലബാർ സിമെൻറ്റ് ഒരു പ്രത്യേക കമ്പനി, സ്പെസിഫിക് ആയിട്ടുള്ള കമ്പനി. സോ അത് ഏതിലേക്കാണ് പോകുക? മൈക്രോ എക്കണോമിക്സിലേക്കാണ്. കാരണം സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക കമ്പനി എടുത്ത് പറഞ്ഞുകൊണ്ട് അത് മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും വേർതിരിക്കാനുള്ള ചോദ്യം നിരവധി പരീക്ഷാ പേപ്പറുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര തന്നെ പ്രാധാന്യമുള്ളതല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ് ഇനി പറയാൻ പോകുന്നത്. ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റു പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ പറയുന്ന സെൻറ്റൻസുകളെ പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നോർമേറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് വേർതിരിക്കുക. ഇത് വേർതിരിക്കാനുള്ള മാനദണ്ഡം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ദ ന്യൂ എക്കണോമിക് പോളിസി ഇൻ 1991. ഇന്ത്യ 1991 പുതിയ സാമ്പത്തിക നയം
ഇൻട്രൊഡ്യൂസ് ചെയ്തു. രണ്ടാമത്തെ സെൻറ്റൻസ്, ഗ്ലോബലൈസേഷൻ ബാഡ്ലി അഫക്റ്റഡ് ഇന്ത്യാസ് അഗ്രികൾച്ചർ സെക്ടർ. ഗ്ലോബലൈസേഷൻ ഇന്ത്യൻ കാർഷിക മേഖലയെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചു. രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിലേതാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്നും ഏതാണ് നോർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്നും പറയണം. അപ്പോൾ ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ദ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻ 1991. 1991 ഇന്ത്യ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവിടെ നിർത്തി. അതോടുകൂടി അതെന്താണ് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. കാരണം എന്താ, അതിൻ്റെ കോൺസിക്വൻസസോ അതിൻ്റെ കാരണമോ മറ്റോ ഒന്നും ഈ സെൻറ്റൻസിൽ അനലൈസ് ചെയ്യുന്നില്ല. ആ കാര്യം മാത്രം പറയുന്നു. വാട്ട് ഈസ് എന്നതിന് മാത്രമുള്ള ഒരു ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടിയാൽ അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തിൻ്റെ ആൻസർ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. രണ്ടാമത്തത്, ഗ്ലോബലൈസേഷൻ ബാഡ്ലി അഫക്റ്റഡ് ഇന്ത്യാസ് അഗ്രികൾച്ചറൽ സെക്ടർ. ഇന്ത്യൻ കാർഷിക മേഖലയെ ഗ്ലോബലൈസേഷൻ വളരെ മോശമായി ബാധിച്ചു. അപ്പോൾ ഗ്ലോബലൈസേഷൻ കൊണ്ടുള്ള റിസൾട്ട് അവിടെ പറയുന്നു, ഇഫക്റ്റ് അവിടെ പറയുന്നു, ഫലം പറയുന്നു. സ്വാഭാവികമായിട്ട് അതെന്തായിരിക്കും? ഒരു കാര്യം പറയുന്നതിൻ്റെ കൂടെ അതിൻ്റെ കാരണമോ അല്ലെങ്കിൽ ഫലമോ പറയുമ്പോൾ അതാണ് എന്ത് നോർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നോർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒന്നുകൂടി ഓർത്ത് നോക്കാം. വാട്ട് ഈസ് എന്നതിന് ഉത്തരം കിട്ടുന്നതാണ് പോസിറ്റീവ് സെൻറ്റൻസ്. വാട്ട് ഓട്ട് ടു ബി എന്നതിൻ്റെ ഒരു ആൻസറായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ വാല്യൂ ജഡ്ജ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് എന്ത് പറയുക, നോർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. ഇത് ഈ രൂപത്തിലാണ് ഇതിനെ കാര്യമായിട്ട് ചോദിക്കാറ്. ഈ ഫോർമാറ്റിലാണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് നോർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണെന്ന് വേർതിരിക്കാനാണ് സാധാരണ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്.